ഹലോ മക്കളെ, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് IUDs അല്ലെ, കോൺട്രാസെപ്റ്റീവ്സിനകത്ത് വരുന്ന IUDs. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് IUD. എന്താണ് അതിന്റെ ഫുൾ ഫോം? ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. അതെ, സോ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ആയിട്ടുള്ള IUDകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിന്റെ ഫുൾ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഒരു 5 മിനിറ്റ് കൊണ്ട് പഠിച്ചു തീർക്കാനായിട്ട് പോവുകയാണ്. ഈ ഫ്ലോ ചാർട്ട് ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചു തരിക. ഇങ്ങനെ ഫ്ലോ ചാർട്ട് ടെക്സ്റ്റ് ബുക്കിലില്ല, പക്ഷെ നമ്മളിതാ ഇപ്പൊ പഠിക്കാനായിട്ട് പോവുകയാണ്. ഫസ്റ്റ്, ഇത് IUDയുടെ മെയിൻ ഫംഗ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഇൻക്രീസസ് ദ ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേം സെൽ. സ്പേം സെല്ലുകളെ പിടിച്ചു തിന്നുന്ന സെല്ലുകളുടെ എണ്ണം കൂട്ടുക എന്നതാണ് ആരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് IUD, ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. ഇവരെ നമ്മൾക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തേത് നോൺ മെഡിക്കേറ്റഡ് IUD, അതായത് അതിൽ പ്രത്യേകിച്ച് മെഡിസിൻസ് ഒന്നുമില്ല, ജസ്റ്റ് പ്ലാസ്റ്റിക് ട്യൂബുകൾ മാത്രമാണ് അതിനകത്ത് വരുന്നത്. ലിപ്പീസ് ലൂപ്പാണ് അതിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ലിപ്പീസ് ലൂപ്പാണ്. അടുത്തത് കോപ്പർ റിലീസിങ് IUD. അവരുടെ മെയിൻ ആക്ഷൻ എന്ന് പറയുന്നത് അതിൽ നിന്ന് കോപ്പർ അയോൺസ് വരും. അതുകൊണ്ടാണല്ലോ കോപ്പർ റിലീസിങ് IUD എന്നൊരു പേര് അതിന് കിട്ടിയത്. അപ്പൊ കോപ്പർ റിലീസിങ് IUDയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ കോപ്പർ അയോൺസ് നമ്മുടെ സ്പേമിന്റെ മോട്ടിലിറ്റി അഥവാ ചലനശേഷി തന്നെ ഇല്ലാതാക്കി കളയും എന്നുള്ളതാണ്. സോ കോപ്പർ അയോൺസ് സ്പേമിന്റെ മോട്ടിലിറ്റി ഇല്ലാതാക്കി കളയും. അതുകൊണ്ട് തന്നെ സ്പേമിന് നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് കോപ്പർ അയോൺസിന്റെ പ്രത്യേകത. ഇത് റിലീസ് ചെയ്യുന്ന കോപ്പർ റിലീസിങ് IUDകൾക്ക് എക്സാമ്പിൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തേത് കോപ്പർ T, അടുത്തത് കോപ്പർ 7, അടുത്തത് മൾട്ടിലോഡ് 375. ഓക്കെ, കോപ്പർ T, കോപ്പർ 7, മൾട്ടിലോഡ് 375. മറക്കരുത്, AK-47 എന്നൊക്കെ പറയുന്നത് പോലെ മൾട്ടിലോഡ് 375. ഓക്കെ, സോ ഇതാണ് കോപ്പർ റിലീസിങ് IUDകളുടെ എക്സാമ്പിൾ. മൂന്നാമത്തേതാണ് ഹോർമോൺ റിലീസിങ് IUD. ഓക്കെ, ഹോർമോൺ റിലീസിങ് IUD. അപ്പൊ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതിൽ നിന്ന് ഹോർമോൺസ് പുറത്തേക്ക് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അപ്പോൾ ഈ ഹോർമോൺസിന്റെ ആക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊജസ്ട്രോജൻ, ഈസ്ട്രോജൻ ആണ് കൂടുതലും ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഹോർമോൺസിന്റെ ആക്ഷൻ എന്താണെന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് പഠിച്ചു വയ്ക്കണം. ഒന്നാമത്, എൻഡോമെട്രിയം ബിക്കംസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. അതായത് നമുക്കറിയാം ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ എൻഡോമെട്രിയത്തിലാണല്ലോ വന്ന് ഇംപ്ലാന്റ് ചെയ്യുന്നത്. പക്ഷെ ആ എൻഡോമെട്രിയത്തിന്റെ ക്വാളിറ്റി തന്നെ ഇല്ലാതാക്കി കളയും. പിന്നെ എങ്ങനെ വന്ന് ഇംപ്ലാന്റ് ചെയ്യാനാണ്? സോ എൻഡോമെട്രിയത്തിന്റെ ക്വാളിറ്റി തന്നെ ഇല്ലാതാക്കി കളയുന്നു. അതാണ് ഹോർമോൺ റിലീസിങ് IUDയുടെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, സെർവിക്സ് ബിക്കംസ് ഹോസ്റ്റൈൽ ടു സ്പേം. സെർവിക്സ് അൺഫ്രണ്ട്ലി ആയിട്ട് മാറുന്നു. കടന്നു പോകരുത് ഇതുവഴി കയറി ഇങ്ങോട്ടെങ്ങാനും നിന്റെ കാല് കുത്തിക്കഴിഞ്ഞാൽ വിടമാട്ടേ എന്ന് പറയും. ആര്? നമ്മുടെ സെർവിക്സ്. അപ്പൊ സെർവിക്സ് സ്പേമിനെ കടത്തി വിടില്ല എന്നുള്ളതാണ്. സെർവിക്സ് ബിക്കംസ് ഹോസ്റ്റൈൽ ടു സ്പേം. അവർ അടിയാകുന്നു, അവർ അൺഫ്രണ്ട്ലി ആയിട്ട് മാറുന്നു. യെസ്. അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഹോർമോൺ റിലീസിങ് IUDകൾക്ക് 2 എക്സാമ്പിൾസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് LNG-20, അടുത്തത് പ്രൊജസ്റ്റാസേർട്ട്. ഓക്കെ, LNG-20യും പ്രൊജസ്റ്റാസേർട്ടുമാണ് IUDകൾക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് ഈ മൂന്നും ഈ ക്ലാസിഫിക്കേഷനും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ മിനിറ്റുകൾ കൊണ്ട് പഠിച്ചു തീർത്തിട്ടുണ്ട്. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉണ്ടാകും. നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങിക്കുകയും ചെയ്യും. മക്കളെ, മറ്റൊരു ടോപ്പിക്കിന്റെ ഡീറ്റെയിൽ ഡിസ്കഷനുമായിട്ട് വീണ്ടും കാണാം. ഐ എം ഡോക്ടർ മനോ. Bye for now.